ഹരിക്കുട്ടാ, ഞാൻ ഇവിടെ ഒരുപാട് മിസ് ചെയ്യുന്നടാ. അന്ന് നിനക്ക് ഇത്ര ഒരു പുച്ഛച്ചിരി. ആ എന്നിട്ട് നീ ഇവിടെ മാസങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നോണ്ട് നിനക്ക് ഇവിടുന്ന് നീ മാറി നോക്ക്. ഇവിടുന്ന് മാറി നിൽക്കുമ്പോ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവിടെ മാറി തിരിച്ചിവിടെ നമ്മള് പണ്ട് ഇവിടെ ഇട്ടിട്ട് പോയ കുറെ ഓർമ്മകളില്ലേ, അതാണ് നമ്മളെ പിന്നെ ഇവിടെ ക്രാക്ക് ചെയ്ത് നോക്കുന്നത്. എന്ന് വെച്ചാല് ഞാനും ഇവനും കൊച്ചിലെ നാളെ ജനിച്ച് വീണപ്പോ തൊട്ട് ഞങ്ങൾ ഭയങ്കര കട്ട തിക് ഫ്രണ്ട്സാ. ചേട്ടനാണ്, പക്ഷെ ചേട്ടാന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഇല്ല, ഞങ്ങൾ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യും. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഫ്ലോപ്പായതിനേക്കാളും കൂടുതൽ ഞങ്ങളിപ്പോൾ ഈ നാട്ടിൽ ആർക്കും ഞങ്ങളെ അറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഒരു അതാണ് മെയിൻ. ഈ നാട്ടിൽ ഞങ്ങളെ അറിയാത്തത് ഈ ഏരിയയിലുള്ള കുറെ കൊച്ചാട്ടന്മാർക്ക് മാത്രമേ ഇവനെ അറിയത്തുള്ളൂ. എന്നെ ഒരു പട്ടിക്കുറുക്കനെ പോലും അറിയില്ല ഈ നാട്ടിൽ, സത്യം. ഞങ്ങളെ ആർക്കും അറിയത്തില്ല. ഞങ്ങളാകെ ചെയ്ത് ഞങ്ങളെ യൂട്യൂബ് വീഡിയോ ഈ നാട്ടിലൊന്ന് സ്പ്രെഡായിരുന്നു അല്ലടാ, ചെറിയ തോതില് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയായിരുന്നു, വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ, ഇങ്ങൊക്കെ റവന്യൂ കിട്ടി തുടങ്ങിയാന്നാ ചോദിച്ചത്. പൈസ കിട്ടിയോന്ന് ആദ്യമല്ല. എപ്പോഴാന്ന് വെച്ചാൽ 18, 19, 20 ആ ഒരു സമയത്ത്. ആ സമയം പതിനെട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു 18. കാരണം ഇവിടൊക്കെ വെള്ളം കയറും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ 18 നമ്മൾ കണ്ട് 18 എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാല് ഫുൾ ആൻഡ് ഫുൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് വലൻചുഴി എന്ന ഈ സ്ഥലത്തിന്റെ പേര്. എന്നുവെച്ചാൽ വെള്ളം ഇങ്ങനെ വലം വെച്ച് ചുറ്റി വരുന്ന ഞങ്ങളുടെ ഏരിയ. അപ്പം എൻ്റെ വീടിന്റെ ബാക്ക് സൈഡ് കണ്ടോ, എൻ്റെ വീടിന്റെ ബാക്ക് സൈഡ് കണ്ടവും ഇവന്റെ വീടിന്റെ ബാക്ക് സൈഡ് ആറുമാണ്. അപ്പം എൻ്റെ വീടും ഇവന്റെ വീടും ഫേസ് ടു ഫേസ് ആയിരിക്കുന്നത്. അപ്പൊ എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവനറിയാം, ഇവന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാര്യം ഞങ്ങൾ ഡെയിലി രാവിലെ എണ്ണീച്ച് ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോ ശൂളം വിടും. അതെ, ഈ ശൂളം വിടുന്നിട്ട് ഞാൻ ഇവിടുന്നോണ്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു മെസ്സേജിങ് ട്യൂൺ അങ്ങ് ഇടും. അപ്പൊ ഇവൻ എവിടെ ഏത് വെക്കട്ടെ, ചിലപ്പോ ഈ വീടിന്റെ ബാക്ക് സൈഡ് ആയിരിക്കും. അന്ന് ഈ വീടല്ല, ഈ വീണ് വരം ഇവർക്കൊരു ചെറിയൊരു ഓടിട്ട വീടാ. എന്നാലും നല്ലതായിട്ട് എക്കോ തട്ടും. അതുപോലെ അല്ലേ, നമ്മള് ഇവൻ ഏത് ഏരിയയിലാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ വീടിനെ ബന്ധിപ്പിക്കുന്ന ഒരു 2 ഇതുണ്ട് അവിടെ. കറക്റ്റ് അല്ലേ? ഞങ്ങളുടെ 2 വീടിന്റെ ഫ്രണ്ടിലായിട്ട് അല്ല സെൻട്രലായിട്ട് നമുക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പം ഇവൻ എവിടെ ആണെന്നില്ല ആ റോഡിന്റെ അവിടെ വന്ന് നിൽക്കും വരും. അതൊരു ടൈമാണ് അല്ലേ? ആ ടൈം എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളൊക്കെ ചുമ്മാ നമ്മൾ പോയി ഏറുമാടം പോലെ എന്തെങ്കിലുമൊക്കെ കെട്ടും, മരത്തിന്റെ മണ്ടയിലൊക്കെ കയറിയിരിക്കും. അത് ഭയങ്കര സീനെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനൊരു ടൈമാണ്. കാര്യം കെട്ടും പൊളിയും. ഞങ്ങള് ഇവിടെ അവിടെ കിടക്കുന്ന കഴക്കൊല്ലും കമ്പും എല്ലാം കൊണ്ടുവന്ന എല്ലാ പിള്ളേരും അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങള് എല്ലാം ഗ്യാദർ ചെയ്ത് ഞങ്ങളൊരു ഏതെങ്കിലും 2 മരം സ്പോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ സ്പോട്ട് ചെയ്ത് വെച്ച മരത്തിന്റെ നടുക്ക് ഞങ്ങൾ കുറെ കമ്പ് കയറ്റി വെച്ചിട്ട് ഞങ്ങള് ഒരാ പൊക്കത്തി പണിയും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഒരാൾ പൊക്കം 6 അടിയാണ്. ഞങ്ങൾ സ്റ്റൂളൊക്കെ ഇട്ട് കയറി അത് പണി. അതിൻ്റെ മണ്ടേ ഞാനും ഇവനും കൂടെ കയറിയിരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾ കയറിയിരിക്കുമ്പോൾ അത് ഇപ്പം എന്തും ആവട്ടെ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സുഖം മെമ്മറബിൾ, മോസ്റ്റ് മെമ്മറബിൾ. അത് ജെമ്മാണ്, ലൈഫിൻ്റെ ഒരു ജെമ്മാണത്. ആ ടൈം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പം ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ടൈം മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. ആ ടൈം നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വരത്തില്ല. ഇപ്പം ഇതുപോലെ കുഞ്ഞു തെറ്റിയിരിക്കുമ്പോൾ ഇതുപോലെ ചായയൊക്കെ കുടിച്ച് ഇരുന്ന് സംസാരിക്കാനുള്ള കുറേ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഓർമ്മകൾ ഉണ്ടാക്കുക. ഞങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആ ടൈമിൽ ഫോണില്ല. ആകെയുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ നോക്കിയയുടെ ഇവർ അമ്മയ്ക്ക് ഒരു എക്സ്പ്രസ് മ്യൂസിക് ഉണ്ട്. എൻ്റെ അപ്പൻ്റെ ഒരു LGയുടെ സെറ്റ് ഉണ്ട് അല്ലേ, ഒരു ക്യാമറ സെറ്റ്.
ഇത് രണ്ടുമാണ് ഞങ്ങളുടെ. പിന്നെ ഇവൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ടച്ച് ഫോൺ ഉണ്ട്. ടച്ച് ഫോൺ അല്ലടാ, ഒരു സാംസങ്ങിൻ്റെ ഒരു സെറ്റ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു അല്ലേ. ആ അപ്പം ഞങ്ങളുടെ രണ്ടുപേരും ഫോണും സെൽഫോൺ കാര്യങ്ങളല്ല, ടി വിയാണ് കൂടുതലും. ടി വിയിൽ ആ ടൈമിൽ ഓടുന്ന കുറേ പരിപാടി നമ്മൾ സീരിയല് മെയിൻലി 2 വീട്ടിൽ സീരിയൽ ഒരേ ടൈമിൽ വെക്കും. പാരിജാത സീരിയലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ റോഡിൽ എന്ന് വെച്ചാൽ ഈ സെൻട്രലിലെ റോഡില്ലേ, ആ റോഡിൽ ഇറങ്ങി നിന്നാൽ ഞങ്ങൾക്ക് കറക്റ്റ് ഈ വീട് എക്കോ അടിക്കും, സീരിയൽ എക്കോ അടിക്കും. അത് കേട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അതേ സീരിയൽ പർട്ടിക്കുലർ വീഡിയോ ആ ഒരു ഏരിയയിൽ മാത്രം ഒരേ സീരിയൽ വെക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ഒരു ഏരിയയിൽ ഇപ്പം സെൻറ്ററിൽ ഒരു പോയിന്റ് ഓഫ് സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിന്നാൽ ഈ സീരിയൽ നമുക്ക് എക്കോ അടിച്ച് വെക്കും. അതേ ഒരു ഫീലായിരുന്നു ഇവിടെ. അതും ഇവരുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളാണ്, ഞങ്ങളുടെ ഇവിടെ ഡിഷാണ്. അപ്പം ഇതിനകത്ത് ഏതിനും ഒന്നിന് ഒരു 2 സെക്കൻഡ് ലാഗ് ഉണ്ട്. അപ്പൊ ആദ്യം ഒരു ഡയലോഗ് ഇവിടെ കേട്ടായിരിക്കും മറ്റേ ഡയലോഗ് അവിടെ നിന്ന് വരുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസവും നല്ല രസമാണ്. ചില മറ്റേ മ്യൂസിക് വരുമ്പോഴും ചില മാസ് ഡയലോഗ് വരുമ്പോഴും അവിടെ നിന്ന് ഇവിടുന്ന് വരും. ഞങ്ങൾ ആ ടൈമിൽ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ റോഡിൻ്റെ നടുക്കിരിക്കും. ഞാനും ഇവനും, ചേച്ചിയും കാണും. ചേച്ചി മോസ്റ്റ് പ്രോബബ്ലി പെരയ്ക്കകത്ത് തന്നെ ആയിരിക്കും. ഞാനും ഇവനും റോഡിൻ്റെ നടുക്കിരുന്ന് ഓരോ കാര്യങ്ങൾ പറയും. അരിക്കൂട്ടാ രക്ഷ വേണോടാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. എല്ലാവരുടെയും കയ്യിൽ ടച്ച് ഫോൺ വന്നു. ഇവൻ്റെ അമ്മയുടെ ഒരു J5 പ്രൈം അല്ലേ, J5 പ്രൈം. ഫ്രീ നെറ്റ്. അന്ന് ഈ ഇപ്പുറത്തെ പറമ്പുണ്ടല്ലോ, ആ പറമ്പിലാണെങ്കിൽ എല്ലാം എനിക്ക് തോന്നുന്നു അന്ന് റബ്ബറായിരുന്നു. റബ്ബർ വെട്ടിയിട്ട് കുറ്റിയായിട്ട് നിർത്തിയേക്കും. അപ്പം നടുക്കൊരു തേക്കിൻ്റെ കമ്പ് ഇപ്പോൾ ഉണ്ട്. ആ കമ്പി ഞങ്ങൾ പോയി. കാര്യം ജിയോ ആ ടൈം റേഞ്ച് കുറവാണ്, സ്പീഡ് കൂടുതലാണ്. അപ്പം ഞങ്ങൾ റേഞ്ച് തപ്പി അവിടെ പോയി ആ ഒരു കുറ്റിയുടെ മണ്ടയിൽ നിന്ന കറക്റ്റ് റേഞ്ച് 1 GB/s കിട്ടും. അല്ല 1 MB/s. അന്ന് 1 MB/s എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അല്ലേ. അന്ന് ഭയങ്കര ഹൈ സ്പീഡാണ് 1 MB/s എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ എൻ്റെ അന്ന് ഇവർ അന്ന് ജേസൺ വാങ്ങിച്ച ടൈമിൽ എൻ്റെ ഗാലക്സി Y എന്ന് പറഞ്ഞ കൊച്ചു ഫോണാണ്. എൻ്റെ ചേച്ചിയുടെ സാംസങ് ഗാലക്സി J2 എന്ന് പറഞ്ഞൊരു ഫോണാണ്. അപ്പം ഞങ്ങളെല്ലാവരും മാറി മാറി ഇവരുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇരുന്ന് ഷൂളം അടിക്കുമ്പോൾ ഇവനോട് വൈഫൈ ഓണാക്കും, ഹോട്ട്സ്പോട്ട് ഓണാക്കും. ഞാനത് ഹോട്ട്സ്പോട്ട് കൂറ്റി സിനിമയും ഡൗൺലോഡ് ചെയ്ത്. അന്ന് കുറേ വെബ്സൈറ്റ് ഉണ്ട്, മറ്റേ ടോറന്റിന്റെ കുറെ സാധനങ്ങളുണ്ട്. എന്തായിരുന്നടാ, തമിഴ് റോക്കേഴ്സ്.mp അങ്ങനെ കുറെ സാധനങ്ങൾ. അതിനകത്തു നിന്നെല്ലാം കയറി സിനിമ ഡൗൺലോഡ് ചെയ്യും. വൈബ് എന്ന് പറഞ്ഞാൽ അന്ന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിൽ വീഡിയോസ് ഒന്നും വരത്തില്ല, വീഡിയോസ് കുറവാണ് അല്ലേ. ഫേസ്ബുക്കിൽ വീഡിയോസ് വരുന്നത് കുറവാണ്. മോസ്റ്റ് പ്രോബബ്ലി വരുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇല്ല, വീഡിയോസ് ഇല്ല, ചുരുക്കം. യൂട്യൂബ് വേണം. അന്ന് യൂട്യൂബിനകത്ത് കാണാൻ, അന്ന് യൂട്യൂബ് ആരും എടുത്തു നോക്കാതെ അന്ന് കാണുന്ന സാധനം എന്ന് വെച്ചാൽ അല്ലേ, റിവ്യൂസ് ഒന്നുമില്ല. സിനിമ റിവ്യൂസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. ഉള്ള സാധനം നമ്മുടെ എംഫോടെക്കിലെ മച്ചാൻ്റെ കുറേ വീഡിയോസ്, ജിയോ മച്ചാൻ്റെ, അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സേ ഉള്ളൂ. കാർത്തിക് സൂര്യയുടെ വീഡിയോ ഞാൻ അന്ന് ഓർമ്മയുണ്ട്. ഒരു പുള്ളിക്കാരൻ്റെ ഒരു എഫ്സി ഉണ്ടായിരുന്നു, ഒരു എഫ്സി ഉണ്ട്. പുള്ളി ആ എഫ്സിക്കകത്ത് ചെയ്യുന്ന കുറെ എനിക്ക് ആ ഓർമ്മയാണ് പുള്ളിക്കാർ. പിന്നെ കുറെ വീഡിയോസ് വായിച്ചു, കൺന്യൂസ് വായിച്ചു. അന്ന് പിന്നെ ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ എന്താ, അന്ന് വേറെ എന്തൊക്കെയായിരുന്നു വേറെ യൂട്യൂബ് ചാനലുകൾ. നമ്മള് മറ്റേ ഇതില്ലേ, കുക്കിംഗ് വീഡിയോസ് ഉണ്ടായിരുന്നു അല്ലേ, ഫിറോസിക്കാടെ ആ ടൈമിൽ ഉണ്ടായിരുന്നു ഉണ്ടെന്ന് തോന്നുന്നു. ഓർമ്മയിലുള്ളത് എംഫോടെക്കിനെ. കാര്യം എംഫോടെക്കിനെ കണ്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരനെ കണ്ട് അല്ലെന്ന് വെച്ചാൽ എംഫോടെക്കിനെ ഇൻസ്പയർ ആയ കുറെ വീഡിയോ യൂട്യൂബേഴ്സ് ഉണ്ട് അന്ന് ഇറങ്ങിയ. ആ ടൈമിൽ എംഫോടെക് ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ചാല് മറ്റേ ചെറിയ ട്രിക്സ് വീഡിയോസ് ആയിരുന്നു, മാജിക്കൽ വീഡിയോസ്, DIY വീഡിയോസ് ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അല്ലെ ഞങ്ങൾ പറഞ്ഞു തരുന്നത്, ഈ ടൈം വേസ്റ്റ് ചെയ്യരുത് അല്ലേടാ. കാരണം ആ പ്രായത്തിനാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ആ പ്രായത്തിൽ കിട്ടിയ ഓർമ്മകളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ മനസ്സിൽ ഇനി അത് പറയാറില്ലേ, കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ നമ്മൾ എപ്പോഴും മറക്കത്തില്ല എന്ന് പറയാറില്ലേ. ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ അത് ചെറിഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സുഖമാണ്. ഈ സമയത്തൊന്നും അതങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഇനി നമ്മൾ വളർന്നുകൊണ്ടാണോ ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് നല്ല രസമാണ്.